ഇനി നീ പൊയ്ക്കൊള്ളുക നിന്റെ മൂന്നാമത്തെ ലോകത്തേക്ക്. അപ്പോഴാണ് പ്രസവം നടക്കുന്നത്. അതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ആ കുഞ്ഞു ലോകത്തേക്ക് വരാൻ പോവുകയാണ്. അള്ളാഹു അതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇന്ന് നടന്ന ഏറ്റവും വലിയ സംഭവം ഏതാണ് ചോദിച്ചാൽ ആ സംഭവം ലോകത്തെവിടെയെങ്കിലും ഒരു കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജനനമാണ്. കാരണം എന്താ? ഇന്ന് ജനിച്ച ഈ കുഞ്ഞ് ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ ജനിച്ച ഈ കുഞ്ഞ് നാളത്തെ പ്ലേറ്റോ ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു സോക്രട്ടീസ് ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു അരിസ്റ്റോട്ടിൽ ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു ഇമാമുദ്ദീൻ സഞ്ജി ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു സലാഹുദ്ദീൻ അയ്യൂബി ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു ഉമർ മുഖ്താർ ആവില്ലെന്ന് ആര് കണ്ടു? ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ വലിയൊരു സംഭവമാണ്. അള്ളാഹു പറഞ്ഞു, മനുഷ്യ, നിന്റെ രണ്ടാമത്തെ ലോകം തീരാൻ പോവുകയാണ്. പൊയ്ക്കൊള്ളുക നീ ഒരു പുതിയ ലോകത്തേക്ക്. ഞാൻ കടക്കട്ടെ. മൂന്നാമത്തെ ലോകമാണ് ആലമുദ്ദുനിയാ. നമ്മൾ ഈ ജനിച്ചു വീണ ഭൂലോകമില്ലേ, രണ്ട് ലോകം കടന്നിട്ട് മൂന്നാമത്തെ ലോകത്താണ് നാം നിൽക്കുന്നത്. അതാ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്ന ഒരു കുഞ്ഞതാ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരികയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ്. 1000 മോഹങ്ങളും ലാഭങ്ങളും കൊതിയുമായി. ഇനിയാണ് നാം നമ്മുടെ വിഷയം ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞതാ ജനിച്ചു വീഴുകയാണ്. രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് മടക്കി പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഒരു കുഞ്ഞിന്റെ ജനനം ഇവിടേക്ക് നടക്കുക. അതെന്താണെന്നറിയുമോ? ഒരു കുഞ്ഞിതാ കൈ മുറുക്കി അടച്ചു പിടിച്ചിട്ടാണ് വെളിയിലോട്ട് വരുന്നത്. എന്തിനാണ് സഹോദരങ്ങളെ കൈ ഇങ്ങനെ മുട്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? എപ്പോഴാണ്? എപ്പോഴും കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും ഇരിക്കുമ്പോഴാണ് ആരും കാണാതെ കൈ നാം ഇങ്ങനെ അടച്ചു പിടിക്കുന്നത്. ജനിച്ചു വീഴുന്ന നവജാത ശിശുവിന്റെ കയ്യിൽ എന്താണുള്ളത്? ഒന്നുമില്ലാത്ത കുഞ്ഞന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ലോകത്തേക്ക് കടന്നു വന്നു. അതാണ് അല്ലാഹു നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത്. ഒരു കവി ചോദിച്ചു അത്ര, എന്തുകൊണ്ടാണ് കുഞ്ഞിങ്ങനെ കൈ മുറുകി അടച്ചു പിടിച്ചിരിക്കുന്നത്? അവന്റെ കൈക്കുള്ളിൽ എന്താണ് ഇരിക്കുന്നത്? കവി ചോദിച്ചു അത്ര കുട്ടിയോട്, മോനെ, മുത്തേ കണ്ണേ തേനെ പാലേ മുട്ടി സേ ക്യാ ഹേ ആനെ വാലാ ജിന്ദഗി കി സ്വപ്ന ഹേ. ഏ പൊന്നു മോനെ, മുട്ടി സേ ക്യാ ഹേ, നിന്റെ കൈക്കുള്ളിൽ എന്താണ് നീ ആരും കാണാതെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്? ആ സമയത്ത് നവജാത ശിശു എന്നോട് മറുപടി പറഞ്ഞു അത്രേ. ഇല്ലില്ല, നവജാത ശിശു മറുപടി പറയില്ല. കവി അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറയുകയാണ്, എന്റെ കൈക്കുള്ളിൽ എന്താണെന്നറിയുമോ? ആനേവാല ജിന്ദഗി കി സ്വപ്ന ഹേ, എന്റെ ഇനിയുള്ള ജീവിതത്തിലെ സ്വപ്നങ്ങളാണ് എന്റെ കൈക്കുള്ളിൽ ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. 1000 സ്വപ്നങ്ങളുമായി, 1000 ആഗ്രഹങ്ങളുമായി നീതാ മൂന്നാമത്തെ ലോകത്തോട്ട് കടന്നു വരികയാണ്. നിന്റെ ഒടുക്കത്തെ ആഗ്രഹങ്ങളുമായിട്ടാണ് വരുന്നത്. മനുഷ്യൻ എത്രയോ ആഗ്രഹങ്ങളാണ്. മനുഷ്യൻ ഏറ്റവും വലിയ മോഹത്തിന്റെ അടിമയാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ മോഹം മണ്ണിനോടാണ്. മനുഷ്യന് മോഹം മണ്ണിനോടാണ്. മണ്ണിന് മോഹം മനുഷ്യനോടാണ്. നമുക്കെല്ലാവർക്കും മോഹം എന്താണ്? മണ്ണ് വാരി കൂട്ടണം. എത്ര വാങ്ങിച്ചു കൂട്ടിയാലും മോഹം തീരില്ല. എത്ര മണ്ണ് വാരി കൂട്ടിയാലും മനുഷ്യന്റെ മോഹം തീരില്ല. മനുഷ്യന് മോഹം മണ്ണിനോടാണ്. മണ്ണിന് മോഹമോ മനുഷ്യനോടാണ്. മനുഷ്യനും മണ്ണും കൂടെ മോഹത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ്. അവസാനം കല്ലൂര് പള്ളിസ്ഥാനത്ത് കിടക്കുന്ന മണ്ണ് മോഹിക്കുന്നത് നിന്നെയാണ്. കല്ലൂര് പള്ളിക്കാട്ടിലെ മണ്ണ്, ആ മണ്ണിന് മോഹം നിന്നെയാണ്. കണ്ടോ, കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടോ? രണ്ടുപേരും മനുഷ്യന് മോഹമോ മണ്ണ് പിടിച്ചടക്കാനാണ്. അവസാനം പാവം മനുഷ്യൻ അവൻ മോഹത്തിന്റെ കാര്യത്തിൽ തോക്കുകയാണ്. എല്ലാം തോട്ടവൻ പോയി മണ്ണിലും മലർന്നു കിടക്കുമ്പോ ചെവിയിൽ വന്നിട്ട് മണ്ണ് ചോദിക്കും, എടാ ഭീരു, നീ എന്നെ മോഹിച്ചവനല്ലേ? പക്ഷേ ഇതാ നീ എന്റെ മുമ്പിൽ വന്ന് മലർന്നു കിടക്കുകയാണ്. 1000 മോഹങ്ങളുമായി കടന്നു വരുന്ന മനുഷ്യലോകമേ, നിന്റെ ജീവിതത്തിന്റെ മൂന്നാം ഘട്ടമാണിത്. ആലമുദ്ദുനിയാ, ആലമുദ്ദുനിയാ, ഇതാ നിന്റെ ലോകം അടുത്തു, മൂന്നാമത്തെ ലോകമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മൾ മൂന്നാമത്തെ ലോകത്തെത്തി. ആ ലോകമാണ് ആലമുദ്ദുനിയ. ഇപ്പൊ നമ്മൾ നിൽക്കണ ലോകം. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കരഞ്ഞോണ്ടിറങ്ങി വന്ന നമ്മൾ. അള്ളാഹു പറഞ്ഞു, നിന്റെ 2 ലോകം കഴിഞ്ഞു. ഇനി നീ എന്ത് ചെയ്യണം?
ഇനിയും 2 ലോകം കൂടെയുണ്ട്. 4 ലോകങ്ങളിടയിൽ 2 ലോകം അപ്പുറം കഴിഞ്ഞുപോയി. ഇനി 2 ലോകം വരാനുണ്ട്. ഇതിന് രണ്ടിനെയും നടുക്കാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. 2 എണ്ണം കഴിഞ്ഞുപോയി, ഇനി 2 എണ്ണം വരാനുണ്ട്. ഇത് രണ്ടിന്റെയും നടുക്കാണ് നാം ജീവിക്കുന്നത്. അള്ളാഹ് പറഞ്ഞു, നിന്റെ ഇന്നലകളെ നോക്കി ഇന്നുകളെ നന്നാക്കി നാളേക്ക് വേണ്ടി നീ കരുതിയിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3ാമത്തെ ലോകത്തെത്തി. ഇനിയാണ് നമ്മുടെ റോള്. ബാക്കി 2 ലോകത്ത് നമുക്കൊരു റോളും ഇല്ല. അള്ളാഹ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. 3ാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ഇനി റോള് നമുക്കാണ്. അള്ളാഹ് നമ്മളോട് എന്ത് പറഞ്ഞു വിട്ടു? ഓരോ ലോകം കഴിയുമ്പോൾ ആയുസ് കൂടി വരും. ആലമുൽ അർവാഹിൽ എത്ര സമയം ആയുസ് കൂടി വന്ന 10 മിനിറ്റ് എല്ലാ കാര്യവും കഴിയും. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന 2ാമത്തെ ലോകത്ത് വന്നപ്പോ ആയുസ് എത്രയാ? 9 മാസവും 10 ദിവസം. അപ്പൊ വളരെ അപൂർവമായിട്ട് നേരത്തെ ഇപ്പൊ നടക്കും. 9 മാസവും 10 ദിവസം അങ്ങനെ തികയാറില്ല അല്ലെ? അതിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്തെടുക്കും. പണ്ടെല്ലാം മുഴുവൻ പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ്, സിസേറിയൻ. അപ്പൊ ആദ്യം 10 മിനിറ്റ്, അടുത്ത ലോകത്ത് നിന്നും ആയുസ് ഇത്രയും കൂടെ കൂടി. ഇനി അടുത്ത ലോകത്ത് വരുമ്പോ ഇത്രയും കൂടെ കൂടും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ 60-നും 70-നും ഇടയ്ക്ക് ആയുസ് കൂടി വരികയാണ്. ഇനി അടുത്ത ലോകത്ത് പോകുമ്പോൾ അതിലും കൂടും. പിന്നെ 5ാമത്തെ ലോകത്ത് ചെല്ലുമ്പോൾ ഒരു പരിധിയില്ല ആയുസ്. ഖാലിദീന ഫീഹാ അബദ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വന്നതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കവും നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും ജീവിതത്തിന്റെ ഒടുക്കവും ഒരേപോലെയാണ്. നമുക്ക് ഗുഹ വല്ലാതെ പേടിയാണ് അല്ലെ? ഗുഹയുടെ ഇരുട്ട്. ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി കോട്ടയത്തോട്ട് പോകുമ്പോ ധാരാളം ട്രെയിന് പാളത്തിൽ കൂടെ പോകുമ്പോ ഗുഹയെ കൂടെ കയറി പോകണം. ഇരുട്ട് കമ്പാർട്ട്മെന്റ് വന്നാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. ഈ ഇരുട്ടാർന്ന ഗുഹയിൽ കയറി തന്നെ ഇരിക്കാൻ നമുക്ക് വലിയ പേടിയല്ലേ? ഇവിടെ മോനെ, നീ വന്നത് ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇരുട്ടിലാണ്. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ്. കൂരാക്കൂരിട്ടായ ഗുഹയിൽ നിന്ന് വന്ന നീ ഇനിയും പോകേണ്ടത് വേറൊരു ഗുഹയിലേക്കാണ്. 6 അടി മാത്രമുള്ള വേറൊരു ഗുഹയിലേക്ക്. ഈ തുടക്കവും ഒടുക്കവും ഒരേപോലെ ആയതൊരു ആകസ്മികതയാണോ? ആണ്. സാധാരണ നമുക്കൊരു കുഞ്ഞ് പിറന്നു എന്ന് കേട്ടാല് ലേബർ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ നേഴ്സ് കൊണ്ടുവന്ന് തരും കുഞ്ഞിനെ. എങ്ങനെയാ തരുന്നത്? നല്ല വെള്ള തുണിയിൽ പൊതിഞ്ഞ് നേഴ്സ് കൊണ്ടുവന്ന് ഇങ്ങനെ 2 കൈയിലും പിടിച്ചുകൊണ്ട് വന്ന് തരും. നമ്മൾ 2 കൈ നീട്ടി മേടിക്കും. അങ്ങനല്ലേ? നേഴ്സ് 2 കൈകൾ കൊണ്ടെടുത്ത് നമ്മുടെ കയ്യിലോട്ട് വരും, വെള്ള തുണിയിൽ പൊതിഞ്ഞ്. അങ്ങനെ വന്ന നീ ഇവിടുന്ന് പോകുമ്പോ അതേ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കബറിന്റെ കരയിൽ വെച്ച് താങ്ങി എടുത്ത ഒരാൾ തരെ താടെ വെച്ച് വാങ്ങിച്ച് വേറെ ആളതിന്റെ അകത്തിട്ട് മണ്ണിട്ട് മൂടി തീർന്നു. ഈ തുടക്കവും ഒടുക്കവും ഒരേപോലെ ആയത് വെറും ഒരു ആകസ്മികതയാണോ? ആണോ? സഹോദരങ്ങളെ, കമിഴ്ന്ന് വീണാ കൈകുത്തി എഴുന്നേക്കാം, മലന്ന് വീണാലോ? സാധാരണ നമ്മൾ പറയണം, കമിഴ്ന്ന് വീണാ കൈകുത്തി എഴുന്നേക്കാം, മലന്ന് വീണാലോ? മലന്ന് വീണാ പിന്നെ കൈകുത്താൻ പറ്റുമോ? അങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്തേ മയ്യത്ത് മലത്തിൽ കിടത്തിയത്? കമിഴ്ത്തി കിടത്തിക്കൂടായിരുന്നു. മലന്ന് വീണ അതിന്റെ അർത്ഥം ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. മയ്യത്ത് മലത്തിൽ തന്നെ കിടത്തി, എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടേക്ക് നീ പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹു ആലമു ദുനിയായിലേക്ക് 3ാമത്തെ ലോകത്തേക്ക് നമ്മെ പറഞ്ഞു വിടുമ്പോ അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയോ? അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയുമോ സഹോദരങ്ങളെ? അല്ലാഹു അവന്റെ റബ്ബ് എന്ന് പറയുന്ന അവൻ ഏറ്റെടുത്ത ദൗത്യം അല്ലാഹു അതേപടി വിവരിക്കുകയാണ്. അല്ലാഹു അതേപടി നിലനിർത്തുകയാണ്. നിങ്ങൾക്കറിയുമോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഏതാണ്ട് 320ഓളം അസ്ഥികളുണ്ട്. പക്ഷേ അവന് പ്രായപൂർത്തിയായി കഴിയുമ്പോ അവന്റെ ശരീരത്തിൽ ആകെ 260 അസ്ഥികളാണുള്ളത്. ബാക്കി 60ഓളം അസ്ഥികൾ എവിടെ പോയി ആർക്കും അറിയില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 320 അസ്ഥികളുണ്ട്. പക്ഷേ അവന്റെ ശരീരം ഉറച്ചു കഴിഞ്ഞാൽ ബാക്കി ആകെ 260 അസ്ഥികളാണുള്ളത്. ബാക്കി 60 എണ്ണം എവിടെ പോയി അറിയുകയില്ല. എന്താണ് അതിന്റെ സംവിധാനം എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു കുഞ്ഞുമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അവന്റെ തലസ്ഥികളുണ്ട് തലയോട്ടിയില്. ഒരു കുഞ്ഞുമ്മാന്റെ ഗർഭാശയം സുഖപ്രസവത്തിന് വേണ്ടി വെളിയിലോട്ട് വരുമ്പോ നമുക്കറിയാമല്ലോ, സുഖപ്രസവം നടക്കാൻ ആദ്യമായിട്ട് കുഞ്ഞിന്റെ തലയാണ് പ്രസവം നടക്കുമ്പോൾ വെളിയിലോട്ട് വരിക. ആ സമയത്ത് അല്ലാഹു തലയോട്ടിയിൽ 6 അസ്ഥികൾ വെച്ചിട്ടുണ്ട്. അത് പ്രസവത്തിന് വേണ്ടി ഗർഭാശയത്തിന്റെ ഗുഹാമുഖത്ത് വരുമ്പോ അല്ലാഹു ഒരു എല്ലിനെ നിരക്കി മറ്റൊന്നിന്റെ മുകളിൽ കയറ്റും. ഈ 6 എല്ലുകളും കൂടി പരസ്പരം നിരങ്ങി ചെറുതായി തല ചെറുതാവും.
ചെറുതാകുമ്പോഴാണ് സുഖപ്രസവം നടക്കുന്നത്. ആ എല്ലുകളെങ്ങാനും അങ്ങനെ ഇരുന്നാൽ, അതങ്ങാനും നിരങ്ങാതെ അങ്ങനെ തന്നെ നീണ്ടിരുന്നാൽ കുഞ്ഞിനുമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ കഴിയില്ല. തലയോട്ടിയിലെ 6 അസ്ഥികൾ പരസ്പരം നിരങ്ങി മുകളിലോട്ട് കയറിയിരുന്ന് തല ചെറുതായിട്ടാണ് പ്രസവം നടക്കുക. അങ്ങനെ ആ കുഞ്ഞ് തല ചെറുതായി ഉമ്മാന്റെ ഗർഭാശയ വെളിയിൽ വന്നാലോ ഉടനെ അവന്റെ എല്ലുകൾ കൂടിച്ചേരുകയില്ല. ആവശ്യം കഴിഞ്ഞാൽ കൂടിച്ചേരുകയില്ല. കാരണം എന്താണെന്നറിയുമോ? തലയോട്ടിയിലെ 6 എല്ലുകളും കൂടെ കൂടി ജോയിന്റായി കഴിഞ്ഞാല് ആ പൊന്നമോന്റെ തലച്ചോറ് വികസിക്കണ്ടേ? അവന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അവന്റെ തലയോട്ടിയോ വലുതായാലല്ലേ ആ കുഞ്ഞിന് സുന്ദരബുദ്ധി ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ തലച്ചോറ് വളരാനെങ്ങാനും ഇടമില്ലാതിരുന്നാല് അവൻ മന്ദബുദ്ധിയായി പോകുമെങ്കിൽ പലരും പറയാറില്ലേ, മസ്തിഷ്കത്തിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അല്ലാഹുവേ പടച്ചറമ്പേ, നീ വല്ലാത്ത കാരുണ്യവാനാണ്. ഇത് രാത്രിയാന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് നീ വിശേഷ ബുദ്ധി തന്നത് കൊണ്ടാണ്. അതിന്റെ തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ തലയിലെ എല്ലുകൾ അങ്ങനെ തന്നെ ഇരിക്കും. തലച്ചോറ് പൂർണ്ണ വളർച്ചയായ 6 എല്ലുകളെയും കൂടെ യോജിപ്പിച്ചിട്ട് അള്ളാഹു വെറും 3 എല്ലുകളാക്കി കൂട്ടിവെച്ച് സുരക്ഷിതമാക്കുകയാ. കാരണം ഇനി അവൻ വലിയ തലയിൽ ചുമടെടുക്കാനുള്ളവനാണ്. പഴയ പോലെ ദുർബലമായ അസ്ഥികളാണെങ്കിൽ പറ്റില്ല. അവൻ വീണാല് താങ്ങേണ്ട അസ്ഥികളാക്കി അള്ളാഹു ശക്തിയുള്ളതാക്കി വെക്കുമ്പോ എത്രയോ സംവിധാനങ്ങളാണ് തമ്പുരാൻ ചെയ്യുന്നതെന്നറിയുമോ? അവനല്ലാതെ മറ്റാർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമോ? അള്ളാഹു പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംവിധാനം ചെയ്ത് നിന്നെ ഞാനിതാ ഭൂമിയിലേക്ക് വിടുകയാണ്. എന്നിട്ട് അള്ളാഹു നമ്മളോടൊരു കാര്യവും കൂടി പറഞ്ഞു, ഈ ഭൂമിയിൽ നീ താമസിക്കേണ്ടത് എത്രയാ? വളരെ പരിമിതമായ കാലഘട്ടമാണ് നിന്റെ 3-ാം ലോകത്ത് നീ താമസിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഓർത്തു വെക്കണേ. തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹു നിങ്ങളെ അവന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസത്തെ ഓർത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ഇനി ഭൂലോകത്ത് ജീവിച്ചിരിക്കരുതേ. 3-ാമത്തെ ലോകത്ത് വന്നു അള്ളാഹു നമുക്കൊരു നിർദ്ദേശവും തന്നു. എന്താ നിർദ്ദേശം? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇനി നമ്മുടെ ജോലി എന്താ? ഈ കാണുന്ന ലോകത്ത് സഹോദരങ്ങളെ 2 ലോകം നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് കടന്നു വന്ന 2 ലോകം കണ്ടിട്ടില്ല. ഇനിയുള്ള 2 ലോകം കാണാൻ പോണതേ ഉള്ളൂ. ആകെ കണ്ണുകൊണ്ട് കാണണ ഒരു ലോകത്താണ്, 2ന്റെയും നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭൂമിയിൽ അള്ളാഹു മനുഷ്യനെ എന്ത് ചെയ്തു? അള്ളാഹു ഭൂമിയെ മുഴുവനും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. അള്ളാഹു ഭൂമിയെ മുഴുവനും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ അതിഥിയായിട്ട് നീ ഇവിടെ താമസിച്ചു. അള്ളാഹു പറഞ്ഞു, തുർജഊന ഫീഹി ഇലല്ലാഹ്, നിന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കും. അള്ളാഹു വിളിക്കൂന്നല്ല പറഞ്ഞ, തിരിച്ചു വിളിക്കൂന്നാ പറഞ്ഞത്. കാരണം എന്താ? തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തിരിച്ചു വിളിക്കണേ? നമ്മുടെ അടുത്തുനിന്ന് പോയ ആളെയല്ലേ തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരുത്തരെ തിരിച്ചു വിളിക്കാൻ പറ്റൂ? അയാളെ വിളിക്കാനല്ലേ പറ്റുള്ളൂ. അള്ളാഹു പറഞ്ഞു തുർജഊന ഫീഹി ഇലല്ലാഹ്. റജഅ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മടങ്ങി എന്നാണ്. നമ്മുടെ അടുത്തുനിന്ന് പോയ ആളെയല്ലേ തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അംബാസഡറിനെ തിരിച്ചു വിളിക്കും, സൗദി അംബാസഡറിനെ തിരിച്ചു വിളിച്ചു, കാരണം അയാൾ സൗദിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നു പറഞ്ഞാൽ എവിടേക്ക് തിരിച്ചു വിളിക്കുന്ന? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് അത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1-2 ഉപദേശങ്ങൾ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. നമ്മളെ തിരിച്ചു വിളിക്കും. എവിടേക്ക്? നമ്മളിപ്പോ എവിടെ നിന്ന് വന്നവരാ? നമ്മളിപ്പോ എവിടെന്നാ വന്നേ? ആദ്യ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എവിടെയാ? സ്വർഗത്തിൽ, അല്ലേ? ആദ നബിയെയും ഹവ്വാ ബീവിയെയും അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ചു. ചുരുക്കി പറയാം. എന്നിട്ട് ആദമിനോട് ഹവ്വായോടും പറഞ്ഞു, വയാ ആദമുസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന, ഓ ആദമേ, നീയും നിന്റെ ഭാര്യയും കൂടി ഈ സ്വർഗത്തിൽ താമസിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, സ്വർഗത്തിലെ എന്ത് വേണമെങ്കിലും നിങ്ങൾ തിന്നോ, വലാ തഖറബാ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിലെ പഴം മാത്രം തിന്നാൻ പാടില്ല. അത് തിന്നാൻ കൊള്ളാത്ത പഴമായതുകൊണ്ടല്ല. അള്ളാഹു പറഞ്ഞു, എല്ലാം തിന്നോ, ഇത് മാത്രം തിന്നരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് മനുഷ്യനെ പരീക്ഷിച്ചതാണ്. എല്ലാം മുമ്പിൽ കൊടുത്തിട്ട് അള്ളാഹ് ഇത് തിന്നോ, ഇത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്റെ റബ്ബ് പറഞ്ഞ കാരണത്താൽ മനുഷ്യൻ അത് തിന്നാതിരിക്കുമോ എന്നുള്ള പരീക്ഷിച്ചു. മനുഷ്യൻ പരീക്ഷണത്തിൽ തോറ്റുപോയി എന്നാണ് ചരിത്രം. ഖുർആൻ സൂറത്തുൽ അഅറാഫ്. ദുനിയാവിലും അങ്ങനെയാണ്. നീ എല്ലാം തിന്നോ, പക്ഷേ പലിശ തിന്നരുത്.
നീ എന്ത് വേണമെങ്കിലും കുടിച്ചോ, പക്ഷെ കള്ളു കുടിക്കരുത്. നീ എന്ത് വേണമെങ്കിലും കളിച്ചോ, പക്ഷെ ചീട്ട് കളിക്കരുത്. ദുനിയാവിൽ അല്ലാഹു അതേ നിയമമാണ് തന്നത്. അല്ലാഹു പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇത് മാത്രം ചെയ്യാൻ പാടില്ല.